അപ്പോൾ ഈ കാട്ടാനയിലൂടെയും കാട്ടുപന്നിലൂടെയും ദൈവജനത്തിന് നാശം ചെയ്യുന്ന ഈ മൃഗങ്ങളുടെ ശക്തി സ്രോതസ് എവിടുന്ന? തിന്മയുടെ ശക്തി. യോഹന്നാൻ 10:10 അത് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ വൈദിക പട്ടം സ്വീകരിച്ച ഒരു മാസമായി എനിക്ക് ഇതറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നു, അല്പസ്വല്പമൊക്കെ അറിയാവുന്ന നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് ഒരു കാപ്പി കുടിച്ചു, ഒരു സാധാരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് തിരിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ ആ പാരീഷിൽ ചെല്ലുമെന്ന് വകുപ്പുമില്ല, ഒന്നുമില്ല ഇടവകയിൽ. എന്നാൽ 30 വർഷം കഴിഞ്ഞ് വിൻസെൻഷൻ സഭയിലെ ഒരു സെറിയക്കച്ചനുണ്ട്, ഞങ്ങളുടെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രോക്രേറ്റർ ആയിരുന്ന സെറിയക്കച്ചൻ്റെ അമ്മ മരിച്ചു. അമ്മ അവിടെ ഇവിടെയാണ്, ഈ പാരീഷിലാണ്, ചിറ്റാരിക്കാല്. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എൻ്റെ അങ്കിൾ ഇവിടെയാണല്ലോ. ഞാൻ പാരീഷ് ഡയറക്ടർ തപ്പി ഫോൺ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. അവർ വീണ്ടും വണ്ടി കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അങ്കിൾ മരിച്ച അമ്മായിയുണ്ട്, പിള്ളേരുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ആദ്യമായി പറഞ്ഞ വാർത്ത നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടോളുക, കാതോർത്ത് പിടിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അവർ പറയുകയാണ്, അച്ഛൻ ഇവിടെ വന്നതിൽ പിന്നെ 30 കൊല്ലമായി കാട്ടാനയോ കാട്ടുപന്നിയോ ഞങ്ങളുടെ പറമ്പിൽ കയറിയിട്ടില്ല. പൗരോഹിത്യത്തിന് ഇത്ര ശക്തിയുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. എന്നാൽ ഇത് വലിയ സത്യം.